കൗസ്തുഭം ഫുഡ് പ്രോഡക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് റേഷനരി കൊണ്ട് സൂപ്പർ ടേസ്റ്റിലൊരു ഫിഷ് ബിരിയാണി ആയാലോ? അതിനായി കുറച്ച് ചൂര ചെറുതായി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാനായി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ആവശ്യമുള്ള പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കാം. 4-5 ബീൻസ്, 1 ക്യാരറ്റ്, 1 പച്ചമുളക്, 1 ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം, പകുതി തക്കാളി, 2 സവാള എന്നിവ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും കറിവേപ്പില ചേർക്കാം. ഫ്രൈ ചെയ്യാനുള്ള മീൻ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചക്കറി ഒന്ന് പാകമായി വരുമ്പോഴേക്കും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറിയുടെ മിക്സിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച മീൻ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. 1 ഗ്ലാസ് അരിക്ക് ആവശ്യമായ പച്ചക്കറികളും മീനുമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി ഈ മിക്സിലേക്ക് പാകത്തിന് ഉപ്പിട്ട് വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ഉടഞ്ഞു പോകാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. വളരെ രുചികരമായ ഫിഷ് ബിരിയാണി തയ്യാർ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.